വേണ്ട മടി വെച്ചിരുന്നു. ഓണം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളിന് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാത്രമല്ല കർക്കിടകമൊക്കെ ആണല്ലോ, അപ്പോൾ നല്ലൊരു വ്ളോഗ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഞാൻ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരത്തെ എഴുന്നേക്കണ്ട, ഒരു 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി എന്ന് വിചാരിച്ചിട്ട് 5 മണിക്ക് അലാറം അടിച്ചപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ചില ദിവസങ്ങളിൽ അപ്പുക്കുട്ടനായിരിക്കും കേട്ടോ എൻ്റെ അടുത്ത് കിടക്കുന്നത്. അപ്പുക്കുട്ടനെ ഇപ്പോൾ അപ്പുറത്തെ റൂമിലല്ല, നമ്മുടെ തന്നെ റൂമിൽ ബെഡ് ഇട്ട് അവിടെയാണ് കിടത്തുന്നത്. പക്ഷേ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ ഇവനെ എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ നടുക്ക് ഇടിച്ചു കയറാറുണ്ട്. എന്നിട്ടോ അവസാനം ചവിട്ടും ഇടിയും കൊണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ഇറങ്ങി നിലത്ത് കിടക്കേണ്ട അവസ്ഥയാണ്. മിക്ക ദിവസങ്ങളിലും സീച്ചേട്ടൻ ഇറങ്ങി നിലത്ത് കിടക്കും കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നേരെ തലയാണ എടുത്തിട്ട് സൈഡിൽ വെച്ച് കേട്ടോ. ഇല്ലെങ്കിൽ ചവിട്ടി ഈ ഫുട്ബോളൊക്കെ തട്ടുന്ന പോലെ നമുക്കിട്ട് നല്ല തട്ട് തരും കേട്ടോ സ്വപ്നത്തിൽ. അപ്പോൾ പിന്നെ നിലത്ത് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ദാണ്ട ആ ഒരു തലയാണയൊക്കെ എടുത്ത് വെച്ചിട്ട് സീച്ചേട്ടനും ചവിട്ടൊന്നും കൊടുക്കാതെ സൈഡിൽ കൂടെ പതുക്കെ ഇറങ്ങി കതവ് തുറന്ന് കതകങ്ങ് അടച്ചു കേട്ടോ. കുറച്ച് നേരം കൂടെ അവരോട് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. പനി വന്നിട്ട് ആ ചുമ മാറാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കാണെങ്കിൽ ആ പനി വന്നു പോയെങ്കിലും ചുമ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമച്ചുകൊണ്ടാണ് നടക്കുന്നത്. വെള്ളം തുറന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ. പിന്നെ ആ ഒരു വെള്ളം മുഖത്തൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഉറക്കപ്പിച്ചും കാര്യങ്ങളും ഒക്കെ അങ്ങ് പൊക്കോളുമല്ലോ. ഞാൻ ഈ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ കൂടെ പോകുന്ന കാല് അമ്മയുടെയാണ്. അമ്മയ്ക്ക് ഇന്ന് 6:15 ട്രെയിന്. അപ്പം അമ്മ ട്രെയിനിന് അങ്ങ് പൊക്കോളും. അതെന്താ ട്രെയിനിൽ പോകുന്നതെന്ന് കുറേ പേര് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട്, അതായത് എൻ്റെ സ്വന്തം വീട്ടിലോട്ട് 38 കിലോമീറ്റർ ഉണ്ട്. അമ്മ അങ്ങനെ ബസ്സിലൊന്നും യാത്ര ചെയ്യാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഛർദിലും ബഹളവും ഒക്കെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അമ്മ പോകുന്നത് എറണാകുളത്ത് അനന്തൂരിൻ്റെ അടുത്തോട്ടായിരിക്കും. അതും ട്രെയിനിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ അങ്ങോട്ട് ശാസ്താംകോട്ട അങ്ങോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലാനും പറ്റും. വലിയ ക്ഷീണവും കാര്യങ്ങളും ഒന്നും കാണില്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ അമ്മ എഴുന്നേറ്റിട്ട് അമ്മ അടുക്കള കയറിയിട്ട് ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടെന്ന് പറഞ്ഞാലും അമ്മ അത് പോകുന്ന വരെ അമ്മയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അത് അവൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഫ്രണ്ട് കതക് തുറന്നേ. ഈ രാവിലെ കതക് തുറക്കുമ്പോൾ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. അതിപ്പോൾ എത്ര ചൂട് സമയമാണെങ്കിലും വെളുപ്പാൻ കാലത്ത് കതക് തുറക്കുമ്പോൾ നല്ല തണുപ്പാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം തുമ്മലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതല്ല, തുമ്മലുള്ള സമയമാണെങ്കിൽ ഈ ഒരു തണുപ്പ് അടിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഹച്ചി തുമ്മി ആയിരിക്കും നടക്കുന്നത്. എനിക്ക് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെരയ്ക്കകത്തെ എല്ലാ ലൈറ്റും ഇട്ട് വെച്ചാൽ നല്ലൊരു പ്രകാശമയമായിരിക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മ കയറിയിട്ട് ഇഡ്ഡലിത്തട്ടിൽ ഇഡ്ഡലി വേവിച്ചുകൊണ്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് ഓഫ് ചെയ്തു. വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിത്തട്ട് എവിടെ നിന്നാന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് JVLൻ്റെ ഇഡ്ഡലിത്തട്ടാണ്. ഇത് ലുലുമാളില്ലേ, ലുലുമാളിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് നോക്കുമ്പോഴെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ലിങ്ക് കൊടുക്കാൻ പറ്റാത്തത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളും അടിപൊളിയാണ്. കാരണം സാധാ ഇഡ്ഡലിത്തട്ടിൽ നമ്മളിങ്ങനെ മാവ് ഒഴിച്ചിട്ട് അത് പൊങ്ങി വരുമ്പോൾ അതിങ്ങനെ തൊട്ട് മുകളിലെ തട്ടിൽ തട്ടിയിട്ട് അതിൻ്റെ ഭംഗി അങ്ങ് കുറയും. ഇതാവുമ്പോൾ നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് നല്ല എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കലം നിറയെ അമ്മ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനി പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ള മാവും കൂടെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോ ഫൈബർ ആ തുണിയില്ലേ, അത് ഞാനൊന്ന് കഴുകി പിഴിഞ്ഞിട്ട് അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അടിപൊളിയാണ്. അടുക്കളയിലേക്ക് മസ്റ്റ് ഹാവാണ് കേട്ടോ അത്. അപ്പം പിന്നെ ഞാൻ അടുക്കളക്കഥ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. മറ്റേ
ഇനി ഞാൻ എപ്പോൾ കതവ് തുറന്നാലും അതേത് പാതിരാത്രിക്കാണെങ്കിൽ പോലും ആ സൗണ്ട് കേട്ടിട്ട് ഇവൾ ഓടി വരും കേട്ടോ. ഇപ്പോൾ ഇവൾ പിന്നെയും ഗർഭിണിയാണ്. ഇവളുടെ മോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു, 2 ദിവസം കണ്ട് കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും, വേറെ എവിടെയോ പോയെന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ അവളെ തടവിയും പിടിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ പെരയ്ക്ക് അകത്തോട്ട് കയറ്റില്ല, കാരണം ഈ പറയുന്ന പോലെ അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ കയറ്റുള്ളൂ കേട്ടോ. പിന്നെ കണ്ണ് തെറ്റിയാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അകത്ത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നെറ്റ് വെച്ച് അടച്ചിട്ടേക്കും കേട്ടോ കഥക്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നടന്നാലും നമ്മളുടെ കൂടെ ഈ പട്ടിക്കുട്ടികളൊക്കെ നടക്കില്ലേ, അതുപോലെ നമ്മളുടെ പുറകെ തന്നെ ഇവള് നടന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ പറയണേ, ഇതുപോലെ ഇങ്ങനെ പുറകെ നടക്കുമെന്ന്. അത് മാത്രമല്ല, ഇവളുണ്ടല്ലോ നമ്മൾ ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ അയ്യോ പൊത്തോന്നും പറഞ്ഞിങ്ങനെ മറിഞ്ഞ് വീണിട്ട് എന്നെ തടവെന്നും പറഞ്ഞ് കിടക്കും കേട്ടോ. നിങ്ങളുടെ പൂച്ച എങ്ങനെ കിടക്കാറുണ്ടോ എന്ന് താഴെ പറയണേ. അപ്പോൾ ആ മാവിൽ കിടക്കുന്ന തുണി എൻ്റെ മൈക്രോ ഫൈബറാണ് കേട്ടോ, അടുക്കളയിലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ്. ഇത് സീച്ചേട്ടൻ കണ്ടാൽ എന്നെ വഴക്ക് പറയും, കാരണം അങ്ങനെ കൊണ്ടുവന്ന് വിരിച്ചിട്ടേക്കുന്നതിന്. അതിനി ഉണങ്ങി ഇനി അത് എല്ലാം എടുത്ത് മടക്കി ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ വെയിൽ തെളിഞ്ഞിട്ട് എടുത്ത് അകത്ത് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ തിരിച്ച് അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇവക്കുള്ള ആഹാരം അങ്ങ് കൊടുത്തേക്കാന്നേ, അതാവുമ്പോൾ അവൾ ഇനി എവിടെയെങ്കിലും പോയി കുറച്ച് നേരം കിടക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. കഴിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് നേരെ അടുക്കള കയറി അങ്ങ് കഥ കടച്ചേ, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ പുറകെ തന്നെ ഇവള് വാലേ വാലേ നടക്കും. അമ്മയാണെങ്കിൽ ഇനി താമസിച്ചാൽ നല്ല വഴക്ക് കിട്ടും കേട്ടോ, ട്രെയിനെങ്ങാനും പോയി കഴിഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി മുകളിലോട്ട് അങ്ങ് പോവുകയാണേ. ട്രെയിൻ അതിൻ്റെ സമയം കറക്റ്റ് സമയം വന്നു കഴിഞ്ഞ ഒരു ക്ലിപ്പ് ഇട്ടാൽ അമ്മ ആ പറയുന്നതിൻ്റെ അർത്ഥം ബസ്സെങ്ങാനും പോയാൽ, ബസ്സല്ല ട്രെയിനെങ്ങാനും പോയാൽ ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് കേട്ടോ. കാരണം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ ഉലാത്തുമായിരുന്നല്ലോ. ട്രെയിൻ കറക്റ്റ് സമയത്ത് അമ്മയ്ക്ക് ഈ വേറീസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതിൽ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ എപ്പോഴും പറയാറുള്ളത്. അപ്പം ഞാൻ വേഗമാണെങ്കിൽ മുടിയൊക്കെ തോർത്തിയിട്ട് വെറുതെ ഒരു ക്ലിപ്പ് എടുത്തങ്ങ് ഇട്ട് കേട്ടോ. ഇനി വേഗം നമുക്ക് ഇറങ്ങാം. അപ്പോൾ രാവിലെ തന്നെ അമ്മയെ കൊണ്ടുവിടാൻ പോകുക റെയിൽവേ സ്റ്റേഷനിൽ 6:15 ട്രെയിൻ, 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടീസൊക്കെ ചെയ്യാം. ടീച്ചേട്ടാ വണ്ടി മുന്നോട്ട് കിടക്കുക, ഞാൻ എങ്ങനെ വണ്ടി ഇറക്കും? ഞാൻ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് ഇടും, അമ്മ ബാക്കിൽ നിന്ന് വന്ന് ലൈറ്റ് എല്ലാം അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. വീട്ടിലും പണ്ട് ഇങ്ങനെ ആയിരുന്നു. ഈ വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോഴത്തേന് അമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിലെ ഫാനൊക്കെ നിർത്തും. ആ ശീലത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അത് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കുന്നതുകൊണ്ട് ഏട്ടൻ കുറച്ച് ബാക്കിലോട്ടായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഏട്ടൻ ഫ്രണ്ടിലോട്ട് കുറച്ച് നീക്കിയിട്ടു, ഇല്ലെങ്കിൽ എനിക്ക് വണ്ടി ഇറക്കാൻ ഒക്കൂലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ച് വേഗം ഇറങ്ങുകയാണ്. വെച്ചേക്കട്ടെ, വേണ്ട മടി വെച്ചിരുന്നാൽ മതി. ടാറ്റാ. അമ്മയ്ക്ക് അതുവഴി ഇടവഴി കൂടെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റും കേട്ടോ. ഈ ഒരു ഇത് കണ്ട, ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ അമ്മ നോയില്ല ഇടവഴി കൂടെ കയറി അപ്പുറത്തോട്ട് ചാടിയത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം ഞാൻ കൊണ്ടുവിടാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യും, ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ടീച്ചറിന് 7 മണിക്കെങ്ങാണ്ട് പോകണം. അപ്പോഴത്തേന് പെട്ടെന്ന് പോയി ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആക്കി കൊടുക്കട്ടെ. നമുക്ക് ഗേറ്റ് അങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ലേ, കാരണം പട്ടികൾ പുറത്തുനിന്ന് വന്ന് കയറും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അടച്ച് പൂട്ടാറുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ പെട്ടെന്ന് അകത്ത് കൊണ്ടിട്ടിട്ട് വേഗം പോയി ഗേറ്റൊക്കെ തിരിച്ച് പൂട്ടിയിട്ടു.
പൂട്ടിയിട്ടുണ്ടെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലടിച്ചത്, പക്ഷെ പൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ആ ഒരു ഹോളിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം കതക് തുറന്നിട്ട് ആ നെറ്റ് അങ്ങനെ തന്നെ പെട്ടെന്ന് പിടിച്ചിടും കേട്ടോ. അതാകുമ്പോൾ ഈ രാവിലത്തെയും വൈകുന്നേരത്തെയും കൊതുകിൽ നിന്ന് ഇത് ഭയങ്കര രക്ഷയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് വിളക്ക് കത്തിച്ചാൽ വന്ന് നാമം ചെല്ലാത്തതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ അടിയും വാങ്ങിയിട്ട് ചെന്നിരുന്ന് രാമരാമാന്ന് ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രായം വരുമ്പോൾ നമുക്ക് തന്നെത്താനെ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ ഇതുപോലെ ചന്ദനം വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു മഞ്ഞയും പിന്നെ ഒരു വെള്ള എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതിനൊരു മണമുണ്ട്. നമ്മൾ അമ്പലമുറ്റത്ത് ചെന്ന് നിൽക്കുന്ന ഒരു അനുഭൂതിയാണേ. അങ്ങനെ അത് നെറ്റിയിലൊക്കെ തൊട്ടു. ഇനി നേരെ ഞാൻ അവിടുത്തെ ലൈറ്റ് ഇടാൻ വേണ്ടി പോവുകയാണേ. ഈ വീട്ടിൽ ഞാൻ ഈ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വേറെ ആരും ഈ ലൈറ്റ് ഇടാറില്ല. അങ്ങനെ ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്നും രാവിലെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കും, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു മനസ്സമാധാനവും ഒക്കെയാണേ. ജോലിക്ക് പോണ്ടേ? എന്തായാലും ഇഡലിത്തട്ടിലെ ചൂടൊക്കെ മാറിയോണ്ട് തന്നെ അതെടുത്ത് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇഡലി നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും ഒരുപോലെ ഒരു രീതിയിൽ അരച്ച് വെച്ച മാവാണെങ്കിലും അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടി പിടിക്കും ഇതുപോലെ. ഞാനും അമ്മയും ഇഡലി ഉണ്ടാക്കിയാൽ രണ്ടും രണ്ട് രീതിയിലാട്ടോ. എൻ്റെ ഇങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കൂല, ഇങ്ങനെ ഇളകി വരും. പക്ഷെ അമ്മ എത്ര എണ്ണ തേച്ചാലും എന്ത് ചെയ്താലും അമ്മയുടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് അമ്മയുടെ പരാതിയാണ്. ഇഡലിക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതെങ്കിലും അതിന് സമയമില്ലാത്തതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കഴുകിയിട്ട് വച്ചേക്കുക കേട്ടോ. രാത്രിയിൽ എന്നും രാവിലെ ആകുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിച്ചു വയ്ക്കും. അതാവുമ്പോൾ അപ്പുക്കുട്ടനാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് ഇങ്ങനെ തുറന്നെടുത്ത് കുടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അമ്മയെ വെള്ളം വേണമെന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും കേട്ടോ. ഇതിപ്പോൾ ഈ നിറത്തിലിരിക്കാൻ കാരണം ചുക്കിട്ട് ഇടിച്ച് ഉണ്ടാക്കിയ വെള്ളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ നിറത്തിലിരിക്കുന്നത്. ഇതെന്നിട്ട് ഞാൻ ആ സൈഡിൽ വെച്ചേക്കും. ആവശ്യമുള്ളവർക്ക് വന്ന് തുറന്നെടുത്ത് കുടിക്കാം. ഇവിടെ സീച്ചേട്ടനാണ് ചൂടുവെള്ളം വേണ്ടത്. ഞങ്ങൾക്കെല്ലാം ഇതുപോലെ തണുത്ത തിളപ്പിച്ചാറിയ വെള്ളം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് തിളപ്പിക്കാനുള്ള വെള്ളമാണ് ഞാൻ ആ കലത്തിൽ പിടിക്കുന്നത്. അത് നിറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഞാനിന്ന് ജീരകമോ അല്ലെങ്കിൽ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടായിരിക്കും കേട്ടോ ഓരോ ദിവസവും തിളപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉലുവ കഴുകി കേട്ടോ അതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. പണ്ട് ഞാനിങ്ങനെ പാത്രത്തിൽ നിന്ന് ഉലുവ അതുപോലെ എടുത്തിടുമായിരുന്നു. പിന്നെ ടീച്ചറും പറഞ്ഞു വേണ്ടി നന്നായിട്ട് കഴുകിയിട്ടേ അതിലോട്ട് ഇടാവൂന്ന്. അങ്ങനെ ഞാൻ ഉലുവയെല്ലാം അങ്ങ് ഇട്ട് കൊടുത്തു. അമ്മ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതിന് മുമ്പ് തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടാൽ ഞാൻ പുതിയ മിക്സി വാങ്ങിച്ചു. നമ്മുടെ പ്രീതി സോഡിയാക്കി എന്തേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ബ്ലേഡ് നമ്മുടെ കിച്ചൻ്റെ പണിക്കിടയിൽ എവിടേക്കോ എന്തൊക്കെയോ അങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഞാൻ ബോഷിൻ്റെത് തന്നെ വാങ്ങിച്ചത്. നമ്മുടെ പ്രീതി 750 വാൾട്ടായിരുന്നു. ഇത് 800 വാൾട്ടായോണ്ടാട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ അടപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് നമുക്ക് ചപ്പാത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനുള്ള ജാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരയ്ക്കാൻ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് അമക്കി കൊടുക്കണ്ട, അത് അവിടെ ഇരുന്ന് അരഞ്ഞോളും, ക്ലിപ്പ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ആദ്യം മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇഞ്ചി വേണമായിരുന്നു, കരിയാപ്പില, മുളക്, കൊച്ചുള്ളി, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ സീച്ചേട്ടൻ എന്തോ വന്ന് എന്നോടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ ഓക്കെ പറഞ്ഞു. എന്തേലും എവിടെയാണോ എന്താണോ എന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആവശ്യമുള്ളതെല്ലാം ഓരോ തവണയും തുറക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര ഉപകാരമാണ്. അതായത് ഉള്ളി, കൊച്ചുള്ളി എല്ലാം ഇട്ടിങ്ങനെ അടച്ചടച്ച് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ ആ കലവും ചട്ടി ഇരിക്കുന്നത് അമ്മ കയറ്റി വെച്ചേക്കുക കേട്ടോ. ഇത് രണ്ടും ഇന്ന് എനിക്ക് പുറത്തെടുത്തിട്ട് അത് റെഡിയാക്കി വെക്കണം. ബാക്കിയെല്ലാം ഞാൻ എല്ലാം കൂടെ പറക്കിയിട്ടു. പിന്നെ ഞാൻ വെള്ളച്ചമ്മന്തിയും നമ്മുടെ തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പുറത്ത് കുറച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കുറച്ച് എടുത്ത് വെക്കുന്നത്. മൊത്തത്തിൽ തേങ്ങ അങ്ങ് എടുത്തിട്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ എടുത്ത് മാറ്റുകയാണ്. കാരണം തക്കാളിയുടെ ആ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് 2 സ്പൂൺ തേങ്ങ ഞാൻ അടപ്പിലോട്ട് എടുത്ത് അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ വെള്ളച്ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകും കൊച്ചുള്ളിയെല്ലാം അരിഞ്ഞ് ചേർത്തേ.
ഈ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ തേങ്ങ കുറവാണെങ്കിൽ ഞാൻ കുറച്ച് മറ്റേ ആ ഒരു പരിപ്പിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം, അതിലാട്ടോ ചമ്മന്തിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ദാണ്ട കടുകൊന്നും വറക്കൂല കേട്ടോ, കാരണം ആ ഒരു എന്താ പറയുക കാന്താരിയുടെ അതിൻ്റെയൊക്കെ എരിവ് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കടുകൊന്നും വറക്കാത്തത്. മിക്സി എല്ലാം അങ്ങ് കയ്യോടെ കഴുകിയെടുത്ത് മാറ്റി വെച്ച് കേട്ടോ. ഇനി ആ സ്പൂൺ എടുത്ത് ചമ്മന്തി ഒന്ന് ഇളക്കി കൊടുക്കണം. എനിക്ക് മിക്ക സമയങ്ങളിലും ചമ്മന്തിക്ക് ഉപ്പ് കൂടി പോകാറുണ്ട് കേട്ടോ. ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇത്തിരി ഉപ്പേ നമ്മൾ ഇടാവൂ. നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ വേണം എന്ന്, പക്ഷേ വേണ്ട കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് ഞാൻ രുചി നോക്കിയപ്പോൾ എല്ലാം നല്ല പാകത്തിന് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഇത് കയ്യോടെ അങ്ങ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാം. പുറത്തുനിന്ന് ആ കിളിയുടെ കരച്ചിൽ കണ്ടോ, നമ്മുടെ മാവിൽ വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ചില ദിവസങ്ങളിൽ വരില്ല, ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ വേണ്ടി മാത്രമേ വരുള്ളൂ, ചില ദിവസങ്ങളിൽ പകലും ഇവിടെ കാണും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ ഈ വറ്റൽമുളക് വേണം. അപ്പം ഞാൻ അടിയിൽ നിന്ന് 2-3 വറ്റൽമുളകും കൂടെ എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ. ഒരു 3 എണ്ണം നമ്മുടെ എരിക്ക് ആവശ്യത്തിന് മതി. എൻ്റെത് ഞാൻ കാശ്മീരി മുളകാണ് എടുക്കുന്നത്, അതുകൊണ്ട് എരി കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ മുളക് പൊടി ഇങ്ങനെ കൂടുതലായിട്ട് ഇടുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ചു. ചട്നി തക്കാളി ചട്നിയോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അത് പതുക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോഴത്തേനും ഞാൻ അപ്പുക്കുട്ടനെ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ. കാരണം ശ്രീ ചേച്ചിയുടെ അടുത്ത് നിന്ന് 10 മണിക്ക് അവന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഹോംവർക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കിടക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എന്നെ വിളിക്കണേ, ഇല്ലെങ്കിൽ അപ്പച്ചി എൻ്റെ സന്ധി അടിച്ച് പൊട്ടിക്കുമെന്ന്. ലൈറ്റിലാവാമോ എഴുതാൻ പോകുന്നത്, പഠിക്കാനല്ലേ തരുന്നത്. Thank you. താങ്ക് യു ഒക്കെ പറഞ്ഞത് അങ്ങനെ തന്നെ അവിടെ ഒരു കിടപ്പങ്ങ് കിടന്നു കേട്ടോ. പക്ഷേ എനിക്ക് അറിയായിരുന്നു എഴുന്നേറ്റ് വരുമെന്ന്. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ തക്കാളി അരിഞ്ഞുകൊണ്ട് നിന്ന് ഒരു 5 മിനിറ്റ് എടുത്തില്ല കേട്ടോ. അപ്പോൾ കൂട്ടൻ അപ്പോഴത്തേനും എഴുന്നേറ്റ് വന്ന് പുറത്തോട്ടങ്ങ് പോയി. വേഗം പോയിട്ട് വാ. അപ്പം ഈ കാണിച്ചതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ആ 2 സ്പൂൺ നമ്മൾ തേങ്ങ മാറ്റി വെച്ചേക്കുന്നതും കൂടി ഇടണം കേട്ടോ. ഞാനാണെങ്കിൽ ചൂടാറിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റാട്ടോ ഇടുന്നത്. അപ്പോഴത്തേന് ഷീലാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് പെട്ടെന്ന് ഏട്ടൻ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു. ഞാനാണെങ്കിൽ ഇത്രയും ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് 3 ഇഡ്ഡലിയെ കഴിച്ചുള്ളെന്ന് പറഞ്ഞ് ഞാനിരുന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് മതിയിടിയെന്ന് പറഞ്ഞിട്ടാട്ടോ ഈ പോയത്. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ മറന്നു പോയതാട്ടോ. നമ്മൾ ആ ചൂടോടെ തന്നെ ഈ തേങ്ങയിട്ട് ഇളക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനിങ്ങനെ അടുക്കളയിലോട്ട് പോയപ്പോൾ പുറേ ചെന്നപ്പോഴാണ് ഇത് ഓർത്തത്. അങ്ങനെ ആ തേങ്ങ ഞാൻ നന്നായിട്ട് ഇട്ടങ്ങ് ഇളക്കി വെച്ച് കേട്ടോ. ഇനി ഞാൻ ലക്കിയെ തുറന്ന് വിടുന്ന സമയമാണ്. എന്നിട്ട് അവളുടെ കൂടെ കുറേ നേരം കളിക്കും കേട്ടോ. അങ്ങ് കുരുത്തക്കേടാണ് ഈ പെണ്ണ്. കുത്തക്കേട് കാണിക്കുന്നുണ്ടോ? അപ്പോഴത്തേനും സീച്ചേട്ടൻ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. ലക്കിയെ നോക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങി പോവില്ല കേട്ടോ. ആ ഗേറ്റ് വരെ അവൾ നിൽക്കുള്ളൂ. അങ്ങനെ ഏട്ടൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അപ്പുക്കുട്ടൻ്റെ സ്കൂൾ ഷൂസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് അകത്തോട്ട് ഞാനങ്ങ് വെച്ചു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സീച്ചേട്ടന് ടാറ്റ കൊടുത്തു കേട്ടോ. ടാറ്റ, പോയിട്ട് വായോ എന്ന് പറഞ്ഞ്.
ചെയ്താൽ ഒരു എക്സ്ക്യൂസും പറയത്തില്ല പഠിക്കുന്ന കാര്യത്തിൽ. വേണമെങ്കിൽ പോയി അടിയിട്ടാതെ അപ്പൂനോട് പഠിക്കുന്ന കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവൻ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളാവും. അവൻ ആകെ പേടിയുള്ളത് അവൻ്റെ അപ്പച്ചിയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനോ സീച്ചേട്ടനോ അവനെ ഒന്നും അങ്ങനെ നിർബന്ധിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് അപ്പച്ചിയെ പേടിച്ചിട്ട് കറക്റ്റായിട്ടിരുന്ന് പഠിക്കുന്ന പഠിത്തത്തൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കാരണം ആ ഒരു നമ്മുടെ ചട്നി ഇല്ലേ, നമ്മൾ അരയ്ക്കാനെടുത്ത് വെച്ചേക്കുന്ന തക്കാളി ചട്നി, അതിൻ്റെ ചൂടൊക്കെ മാറുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ഇളക്കി മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ മിക്സിക്കകത്തോട്ട് തട്ടിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുത്തു. എന്നിട്ട് ഞാനും ശീലാമ്മയും കൂടി ഇരുന്ന് ദോശ കഴിക്കുകയായിരുന്നു കേട്ടോ. ശീലാമ്മ പറഞ്ഞാൽ തക്കാളി ചട്നിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണെന്ന്. അത് കൂട്ടിയാട്ടോ ശീലാമ്മ ഫുഡ് കഴിച്ചത്. അപ്പുകുട്ടനാണെങ്കിൽ ആ ഒരു ഇഡ്ഡലി ഒരെണ്ണം തികച്ചവൻ കഴിച്ചിട്ടില്ല. എനിക്ക് ദോശയാണെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നാളെ ദോശ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇഡ്ഡലി ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ അവന് പിച്ചി കൊടുത്തു കേട്ടോ. ഫുട്ബോൾ കളിയെന്ന് വെച്ചാൽ എൻ്റെ പൊന്നേ, ഞാൻ എന്തവൻ കളിക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണ് അവൻ കളിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കാലൊടിയോ കൈവളയോ ഓരോന്ന്. കാരണം ഇവിടെ സീച്ചേട്ടനും പണ്ടിതുപോലെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് ഓരോ കഥകളൊക്കെ പറയുമ്പം ഞാൻ വേറെ ഏത് കളി കളിച്ചാലും ഇവൻ ഫുട്ബോൾ കളിക്കരുതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ദൈവം അവനെ ഫുട്ബോൾ തന്നെ കളിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അയ്യോ വൈ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് ചെന്ന് എനിക്കിങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തപ്പിയപ്പോൾ മുന്തിരിങ്ങ കിട്ടി. അങ്ങനെ മുന്തിരിങ്ങ ഞാൻ ശീലാമ്മയ്ക്കും കൊടുത്തിട്ട് നേരെ വന്ന് കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് റൊണാൾഡോയുടെ 9 ഡ്രിബിളിംഗ് പഠിച്ചാൽ റൊണാൾഡോനെ പോലെ ആവാൻ പറ്റും. അപ്പുക്കുട്ടൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ തന്ന വീഡിയോ ആണ് കേട്ടോ. ഇനി ഇതിവന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ചാനലിൽ നമ്മുടെ അപ്ലോഡ് ചെയ്യാം. അതായത് അപ്പുക്കുട്ടൻ അല്ല, പേര് ഞാൻ മറന്നുപോയി. എന്തായാലും നോക്കിയാൽ മതി, 2.0 അങ്ങനെ എന്തോ ആണ് ഇട്ടേക്കുന്നത്. പിന്നെ അപ്പുക്കുട്ടനെ ട്യൂഷന് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ നേരെ അങ്ങ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ ശീലാമ്മ വേഗം വന്ന് എനിക്ക് ഗേറ്റൊക്കെ തുറന്ന് തന്ന്. എന്താ മോനെ, സൈക്കിളിൽ പോവാൻ വയ്യ. അച്ഛൻ വരുമ്പോ സൈക്കിളിൽ കൊണ്ടുപോകും, അമ്മയ്ക്ക് വയ്യടാ. നമ്മളെ പ്രലോഭിക്കാൻ ഇങ്ങനെ പല ഡയലോഗും അപ്പുക്കുട്ടൻ പറയും കേട്ടോ. ഞാൻ കൊണ്ടുപോയില്ലെങ്കിലും സീച്ചേട്ടൻ അവനെ ഇടയ്ക്കിടയ്ക്ക് സൈക്കിൾ ചവിട്ടി വയൽ വഴി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഇപ്പൊ വീട്ടിലെ പുതിയ പെയിന്റിന്റെ കളറ്. തടിയാണോ? മുള ചെരുപ്പ് അമ്മയുടെ ഫോണിൽ ആന്നാ, എനിക്ക് എടുത്ത് അയച്ചു തന്നാ മതി. ഇന്ന് വേറെ ആരും ഇല്ലേ? ഇതെന്താ കണ്ണെന്ത് പറ്റി? ഞാൻ കുത്തി കൊടുത്തതാണ്. ഗൈസ്, ഈ കൊച്ചിന്റെ പുതിയ വണ്ടി കാണാൻ മൂടിയിട്ടേക്ക്. എനിക്ക് വെയിലത്ത് ഇറങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിന്ന് എണീറ്റിട്ടിരുന്ന് എഴുതുന്നുണ്ട്. പക്ഷെ അത് പഠിക്കാനുള്ള എഴുത്തല്ല, ഹോംവർക്ക് തീർക്കാനുള്ള എഴുത്താന്നാ എനിക്ക് തോന്നിയത്. അപ്പുക്കുട്ടനെ ട്യൂഷനിലോട്ട് ഇരുത്തിയിട്ട് ഞാൻ അകത്ത് ചെന്ന് അമ്മയോട് കഥ പറഞ്ഞു കേട്ടോ. സാകേതിനാണെങ്കിൽ പനി പിടിച്ച് മൂതിപ്പൊടിച്ച് അവിടെ കിടക്കുകയാണ്. അങ്ങനെ അത് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ആണെങ്കിൽ ഓണം അടുപ്പിച്ചിട്ട്, നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? നമ്മൾ മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ച് വെക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ തീരാറായിട്ടുണ്ടായിരിക്കും. എനിക്കിനി മുളക് പൊടിപ്പിക്കണം. അതിന് എൻ്റെ അമ്മ ശരണം. അമ്മയാണ് കേട്ടോ എനിക്ക് മുളകെല്ലാം കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ പാകത്തിന് സെറ്റാക്കി തരുന്നത്. ഓണം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ മുളകൊക്കെ പൊടിക്കുന്നത്. എന്നാ മല്ലിപ്പൊടി ഇല്ലാത്ത എന്താ? എന്നിട്ട് മല്ലിപ്പൊടി എന്താ ഉണക്കാത്ത? ഇയാള് കൊള്ളാഞ്ഞിട്ട്. അതെ, ഒന്നുകൂടെ പറ. എവിടെയെങ്കിലും പോയാൽ ഒരുപക്ഷെ ഞങ്ങൾ അപ്പൂനെ മറന്നു വെച്ചിട്ട് വരും. പക്ഷെ മൊബൈല് അത് ഞാൻ മറക്കൂല. എന്റെ ഒരു കിഡ്നിയാണ് നടക്കുന്നില്ലല്ലേ, അന്നേരം
വണ്ടി കേറാൻ നേരത്തെ ഒന്ന് വിളിച്ചു പറയാം കൊണ്ടോണ്ട് വരട്ടെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ വെയിൽ വന്ന്, ഇനി ഈ വെയിൽ താന്നിട്ട് എനിക്ക് പോകാൻ പറ്റൂ. വെയിൽ കൊണ്ടോ ഓട്ടത്തിന് വെയിൽ കൊണ്ടുകൂടടി. ചുരിദാർ മുന്നിൽ തലേ വ്ളോഗിലാട്ടോ ഇത്തവണ ഞാൻ വ്ളോഗ് എടുത്തോണ്ട് വന്നപ്പോ ഇതിലുണ്ട്. ഇവരുമായിട്ട് എങ്ങനെ പരിചയമെന്ന് ഞാൻ ഇതിന്റെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ. അത് കാണുമ്പോ മനസ്സിലാവും. ഇതില് പുതിയ കുട്ടികളുണ്ടല്ലോ, അവിടെ വന്ന എല്ലാരും എനിക്ക് ഓർമ്മയാണ്. രണ്ടു ദിവസം മുമ്പ് ഇവർ നമുക്ക് വീട്ടിൽ വന്ന് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുക്കുട്ടനുമായിട്ട് കുറച്ച് നേരം ഫുട്ബോളും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരിച്ചു വരുന്ന വഴി നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് കയറ്റിയതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വ്ളോഗും ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാമേ. ടാറ്റ ബൈ, സീ യു.